MySQL സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഷോ ആൻഡ് സെലക്ട്. ഇവിടെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്നും ന്യൂ ക്വയറി ടാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ SQL ട്യൂട്ടോറിയൽ എന്നൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡാറ്റാബേസ് ഇപ്പോൾ നിലവിലുള്ള ഡാറ്റാബേസസൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ഷോ ഡാറ്റാബേസ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നു. ഈ ഒരു കമാൻഡ് റൺ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും, റിസൾട്ട് ക്രിട്ടിൽ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഇവിടെ 4-5 ഡാറ്റാബേസിന് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത SQL ട്യൂട്ടോറിയലും ഇവിടെ അവൈലബിൾ ആണ്. അടുത്തതായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾസ് ഏതൊക്കെയാണെന്ന് കാണാൻ വേണ്ടി ഷോ ടേബിൾസ് എന്നുള്ള കമാൻഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു എറർ മെസ്സേജാണ് കിട്ടിയത്, അതായത് നോ ഡാറ്റാബേസ് സെലക്റ്റഡ്. അതായത് നമ്മൾ ഏത് ഡാറ്റാബേസാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കമാൻഡ് നമ്മൾ ആദ്യം കൊടുത്തില്ല. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ യൂസ് ഡാറ്റാബേസ്, ആ ഡാറ്റാബേസിൻ്റെ നെയിമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് ഡാറ്റാബേസാണ് യൂസ് ചെയ്യേണ്ടതെന്നും ആ ഡാറ്റാബേസിലെ ടേബിൾസാണ് ഷോ ചെയ്യേണ്ടതെന്നുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ യൂസ് കമാൻഡ് വെച്ച് ഞാൻ SQL ട്യൂട്ടോറിയൽ എന്ന ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഷോ ടേബിൾസ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട് ടേബിൾസ് ഇൻ SQL ട്യൂട്ടോറിയൽ കസ്റ്റമേഴ്സ്. അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിൾസ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് കസ്റ്റമേഴ്സ് എന്ന ടേബിളിൽ കോളംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഷോ കോളംസ് എന്നുള്ള കീവേഡാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ SQL കമാൻഡ്സ് എപ്പോഴും സിമ്പിൾ ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത്. ഷോ കോളംസ് ഫ്രം വിച്ച് ടേബിൾ. നമ്മളിവിടെ കോളംസ് കാണിക്കാൻ വേണ്ടി പറയുകയാണ്, പക്ഷേ ഏത് ടേബിളാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഷോ കോളംസ് ഫ്രം കസ്റ്റമേഴ്സ്. ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ആ ഒരു കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളിൻ്റെ ഓരോ കോളംസും അതിൻ്റെ ഡാറ്റ ടൈപ്സും കാണാൻ പറ്റും. ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ നോക്കാവുന്നതാണ്. ഇവിടെ കീ പ്രൈമറി കീ ആണ്. PRI എന്നുള്ളത് പ്രൈമറി കീയെ സൂചിപ്പിക്കുന്നു. അതായത് പ്രൈമറി കീ എന്ന് വെച്ചാൽ ആ കീ ആ ഒരു ടേബിൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതായത് കസ്റ്റമർ ഐ ഡി എന്നുള്ള ആ ഒരു നമ്പർ ആ ഒരു ടേബിൾ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു റോവിന് ഉപയോഗിച്ച കസ്റ്റമർ ID നമുക്ക് ആ ടേബിളിലെ മറ്റ് റോകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളും ആ കസ്റ്റമേഴ്സ് എന്ന ടേബിളിലെ കോളംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. അടുത്തായി നമുക്ക് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. സെലക്ട്, അതായത് ഈ ടേബിളിൽ നിന്നും ഡാറ്റ സെലക്ട് ചെയ്യാൻ വേണ്ടി, നമുക്ക് ആവശ്യമുള്ള ഡാറ്റ കാണാൻ വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യമായി നമുക്ക് കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളിലെ എല്ലാ ഡാറ്റയും കാണാൻ വേണ്ടി സെലക്ട് ഓൾ ഡാറ്റ ഫ്രം കസ്റ്റമേഴ്സ്. ഇതൊരു പ്ലെയിൻ ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത്. അതായത് സെലക്ട് ഓൾ ഡാറ്റ ഫ്രം കസ്റ്റമേഴ്സ്. ഇവിടെ സ്റ്റാർ ഓൾ ഡാറ്റയെ സൂചിപ്പിക്കുന്നതാണ്. അതായത് സെലക്ട് ഓൾ ഡാറ്റ ഫ്രം കസ്റ്റമേഴ്സ്. അടുത്തതായി നമുക്ക് എല്ലാ ഡാറ്റയും കാണണ്ട. കസ്റ്റമർ ID എന്നതും ഫോൺ നമ്പറും അല്ലെങ്കിൽ കസ്റ്റമർ ID ഫസ്റ്റ് നെയിം, ഈ 2 കോളംസ് മാത്രം കണ്ടാൽ മതിയെങ്കിൽ സെലക്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 കോളം നെയിംസ് ഫ്രം കസ്റ്റമേഴ്സ് ടേബിൾ നെയിം. ഇവിടെ കോളം നെയിം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ആ സ്റ്റാർ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ കോളംസ് അതേ സ്പെല്ലിങ്ങിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. കോമ സെപ്പറേറ്റായി ടൈപ്പ് ചെയ്യാവുന്നതാണ്. സ്റ്റാർ റിമൂവ് ചെയ്ത് ആവശ്യമായ കോളം നെയിം അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം കൺട്രോൾ എൻ്റർ ഓർ യു ക്യാൻ സെലക്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റൺ ഇറ്റ് ഫ്രം ഹിയർ. ഇപ്പോൾ നമുക്ക് ആവശ്യമായ കസ്റ്റമർ IDയും ഫസ്റ്റ് നെയിമും മാത്രം റിട്ടേൺ ആയി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഔട്ട്പുട്ടിൽ. ഈ ഒരു വീഡിയോയിൽ 3 സ്റ്റേറ്റ്മെൻറ്റ്സാണ്, 3 കീവേഡ്സാണ് നമ്മൾ ഉപയോഗിച്ചത്. ഷോ, സെലക്ട്, ഫ്രം. ഷോ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ടേബിൾസ് അതുപോലെ ഡാറ്റാബേസസ് കാണാൻ വേണ്ടി ഷോ കമാൻഡ് ഉപയോഗിക്കാവുന്നതാണ്, ഷോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ സെലക്ട് നമുക്ക് ആവശ്യമായുള്ള കോളംസ് അല്ലെങ്കിൽ ടേബിൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഫ്രം ഏത് ടേബിളിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ഡാറ്റാബേസിൽ നിന്നാണ് ഡാറ്റ ചൂസ് ചെയ്യേണ്ടതെന്ന് സൂചിപ്പിക്കുന്നു.